2 മാസത്തിലേറെ നീണ്ടുനിന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പൂരക്കാഴ്ചകൾക്ക് കൊടിയിറങ്ങിയതോടെ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ ഇനി അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് തിരിയുകയാണ്. കടുത്ത ചൂടിലും സമ്മർദ്ദത്തിലും തുടർച്ചയായി T20 മത്സരങ്ങൾ കളിച്ച് തളരാൻ ഇന്ത്യൻ താരങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാളുകളാണ് മുന്നിലുള്ളത്. ജൂൺ മാസം പിറക്കുന്നതോടെ ഇന്ത്യൻ ടീം വീണ്ടും സജീവമാകും. ജൂൺ 6 മുതൽ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യയുടെ ഏക ടെസ്റ്റ് മത്സരം ആരംഭിക്കുകയാണ്. ഇതിന് പിന്നാലെ ജൂൺ 13 മുതൽ ഇരു ടീമുകളും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കും തുടക്കമാകും. എന്നാൽ ക്രിക്കറ്റ് പ്രേമികളെ ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്നത് ജൂൺ അവസാന വാരം നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ അയർലൻഡ് പര്യടനത്തിനാണ്. ജൂൺ 26-28 തീയതികളിൽ അയർലൻഡിൽ വെച്ചാണ് 2 മത്സരങ്ങളുടെ 2020 പരമ്പര അരങ്ങേറുന്നത്. ഈ വർഷം T20 ലോകകപ്പിൽ കിരീടം ചൂടിയതിനു ശേഷം ഇന്ത്യൻ ടീം കളിക്കുന്ന ആദ്യ 2020 പരമ്പര ഇതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ലോക ചാമ്പ്യന്മാരെന്ന പദവിയോടെ ഐറിഷ് മണ്ണിലേക്ക് പറക്കുന്ന ഇന്ത്യ അവിടെ വലിയൊരു പരീക്ഷണത്തിനാണ് മുതിരുന്നത്. IPL-ൽ മിന്നിത്തിളങ്ങിയ യുവതാരങ്ങളെ ഉൾപ്പെടുത്തി ഒരു 2ാം നിര ടീമിനെയാക്കും BCCI അയർലൻഡിലേക്ക് അയക്കുക. അടുത്ത മാസം പകുതിയോടെ ഈ പര്യടനത്തിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ സെലക്ഷൻ കമ്മിറ്റി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നതും. വരാനിരിക്കുന്ന വലിയ പരമ്പരകളും താരങ്ങളുടെ ജോലിഭാരവും കണക്കിലെടുത്ത് പ്രമുഖ സീനിയർ താരങ്ങൾക്ക് അയർലൻഡ് പരമ്പരയിൽ സെലക്ടർമാർ പൂർണ്ണ വിശ്രമം അനുവദിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. IPL-ൽ കളിച്ച് ശാരീരികമായി തളർന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ, പേസ് കുന്തമുന ജസ്പ്രീത് ബുംറ എന്നിവർക്ക് ഈ പരമ്പരയിൽ വിശ്രമം നൽകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ നിലവിലെ T20 നായകൻ സൂര്യകുമാർ യാദവും ഈ പര്യടനത്തിന് ഉണ്ടാകില്ല എന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഫോമില്ലായ്മ കാരണം വലിയ സമ്മർദ്ദത്തിലൂടെയാണ് സൂര്യ കടന്നു പോകുന്നത്. IPL-ലും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ മാനസികമായും ശാരീരികമായും പുതുജീവൻ കണ്ടെത്താൻ സൂര്യകുമാറിന് ഈ ബ്രേക്ക് അനിവാര്യമാണെന്നാണ് സെലക്ടർമാർ കരുതുന്നത്. സീനിയർ താരങ്ങളുടെ അഭാവം യുവനിരയ്ക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള വലിയൊരു സുവർണ അവസരമാണ് തുറന്നു നൽകുന്നത്. സൂര്യകുമാർ യാദവ് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ടീമിനെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: മലയാളി സൂപ്പർ താരം സഞ്ജു. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ച് പരിചയമുള്ള സഞ്ജുവിന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ നയിക്കാനുള്ള നറുക്കാണ് വീഴാൻ പോകുന്നത്. സഞ്ജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരിക്കും ഈ നായകപ്പട്ടം. സഞ്ജുവിന്റെ കീഴിൽ ഒരു കൂട്ടം യുവതാരങ്ങൾ അണിനിരക്കുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാകും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ക്യാപ്റ്റനും അഗ്രസീവ് ബാറ്ററുമായ രജത് പട്ടിദാർ ആയിരിക്കും ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. ഈ പരമ്പരയുടെ ഏറ്റവും വലിയ സവിശേഷത IPL-ലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് വിളിപ്പുറം കാത്തിരിക്കുന്ന 4 പുതുമുഖ താരങ്ങളുടെ അരങ്ങേറ്റമായിരിക്കും. ആഗോള ക്രിക്കറ്റ് സമൂഹം നിലവിൽ ഉറ്റുനോക്കുന്ന അത്ഭുത പ്രതിഭയാണ് വൈഭവ് സൂര്യവംശി. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൗമാരക്കാരൻ IPL-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നടത്തിയ മാന്ത്രിക പ്രകടനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രായത്തെ വെല്ലുന്ന പക്വതയും അസാധ്യമായ ടൈമിങ്ങും കൈമുതലുള്ള ഈ ഇടംകൈയൻ ബാറ്ററുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റം അയർലൻഡിനെതിരെ ഉറപ്പായി കഴിഞ്ഞു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരിൽ ഒരാളായി വൈഭവ് മാറുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. RCBയുടെ നായകനായ രജത് പട്ടിദാർ അന്താരാഷ്ട്ര T20-ൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്ന 2ാമത്തെ താരം. ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും മധ്യനിരയിൽ സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ കടന്നാക്രമിച്ച് റൺസ് അടിച്ചുകൂട്ടുന്ന പട്ടിദാറിനെ ഇനിയും ഇന്ത്യൻ സെലക്ടർമാർക്ക് അവഗണിക്കാൻ കഴിയില്ല. സൂര്യകുമാർ യാദവ് കളിക്കാനിരിക്കുന്ന 3ാം നമ്പറിലോ 4ാം നമ്പറിലോ ആകും പട്ടിദാർ ബാറ്റ് ചെയ്യുക. വിക്കറ്റിന് ചുറ്റും റൺസ് കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ ശൈലി ടീമിന് വലിയ കരുത്താകും. ബൗളിംഗ് നിരയിലേക്ക് എത്തുന്ന പുതുമുഖങ്ങളിൽ പ്രധാനിയാണ് ഇടംകൈയൻ പേസറായ മൊഹ്സിൻ ഖാൻ. ലക്നോ സൂപ്പർ ജയൻസിന് വേണ്ടി കളിക്കുന്ന മൊഹ്സിൻ ഇത്തവണത്തെ IPL-ൽ മാരകമായ ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് നേട്ടം അടക്കം സ്വന്തമാക്കിയ ഉത്തർപ്രദേശുകാരൻ പുതിയ പന്തിൽ സ്വിംഗ് കണ്ടെത്താനും ഡെത്ത് ഓവറുകളിൽ യോർക്കറുകൾ എറിയാനും മിടുക്കനാണ്. ഇന്ത്യ ടീമിൽ ഒരു ഇടംകൈയൻ പേസറുടെ കുറവ് നികത്താൻ മുഹ്സിന് സാധിച്ചേക്കും. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി IPL കസറിയ യുവ വലങ്കൈയൻ പേസറാണ് പ്രിൻസ് യാദവ്. വിക്കറ്റുകൾ വീഴ്ത്താനുള്ള കഴിവിനൊപ്പം റൺസ് വിട്ടു നൽകുന്നതിൽ കടുത്ത പിശുക്ക് കാണിക്കുന്നതുമാണ് പ്രിൻസിനെ ശ്രദ്ധേയനാക്കുന്നത്. ക്യാപ്റ്റൻ സഞ്ജുവിന് പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ മികച്ച ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ഈ യുവതാരം. ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലാക്കുന്ന മറ്റൊരു വാർത്ത വെറ്ററൻ സ്വിംഗ് മാന്ത്രികൻ ഭുവനേശ്വർ കുമാറിന്റെ തിരിച്ചുവരവാണ്. RCBക്ക് വേണ്ടി ഈ സീസണിൽ 1 റൺവേട്ട തടയുകയും വിക്കറ്റുകൾ കൊയ്യുകയും ചെയ്ത ഭുവനേശ്വർ പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ് നിലവിൽ പന്തെറിയുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അവസാനമായി നീലക്കുപ്പായത്തിൽ പന്തെറിഞ്ഞത്. അന്ന് പുതിയ പന്തിൽ തിളങ്ങുമെങ്കിലും ഡെത്ത് ഓവറുകളിൽ റൺസ് വഴങ്ങുന്നു എന്നൊരു ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ ആ പോരായ്മ അദ്ദേഹം പരിഹരിച്ചു കഴിഞ്ഞു. തന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് യുവ പേസർമാരെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് ഈ പരമ്പര നഷ്ടമായേക്കുമെന്നാണ് വിവരം. IPL-നിടയിലേറ്റ പരിക്ക് പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്തത്
പ്രകടനവുമാണ് വരുണിന് തിരിച്ചടിയാവുന്നത്. അയർലൻഡ് പര്യടനത്തിനായി സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കുന്ന 14-അംഗ സാധ്യതാ സ്ക്വാഡ് ഈ രീതിയിലായിരിക്കും. ബാറ്റർമാർ വൈഭവ് സൂര്യവംശി, രജത് പട്ടിദാർ, അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ്. വിക്കറ്റ് കീപ്പർമാർ സഞ്ജു, ജിതേഷ് ശർമ്മ. ഓൾറൗണ്ടർമാർ നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ. സ്പിന്നർമാർ രവി ബിഷ്ണോയ്. പേസർമാർ ഭുവനേശ്വർ കുമാർ, മൊഹ്സിൻ ഖാൻ, പ്രിൻസ് യാദവ്, ആവേശ് ഖാൻ, മായങ്ക് യാദവ്. ഈ അയർലൻഡ് പര്യടനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കും. സീനിയർ താരങ്ങൾ പടിപടിയായി 2020 ഫോർമാറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഭാവിയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ കെൽപ്പുള്ള ഒട്ടനവധി പ്രതിഭകൾക്ക് തങ്ങളുടെ അന്താരാഷ്ട്ര നിലവാരം തെളിയിക്കാനുള്ള വേദിയാണിത്. സഞ്ജുവിനെ സംബന്ധിച്ച് തന്റെ ക്യാപ്റ്റൻസി മികവ് BCCIക്ക് മുന്നിൽ തെളിയിക്കാനുള്ള വലിയൊരു പരീക്ഷണ ഘട്ടമാണിത്. കൂടാതെ യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിക്കും മൊഹ്സിൻ ഖാനുമെല്ലാം അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദങ്ങളോട് എത്രത്തോളം പൊരുത്തപ്പെടാൻ സാധിക്കുമെന്നും ഈ പരമ്പരയിലൂടെ വ്യക്തമാകും. ജൂൺ പകുതിയോടെ ടീം പ്രഖ്യാപനം വരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമാകുമെന്നത് ഉറപ്പാണ്.